ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ പറ്റിയാണ്. ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്ന സെക്യുലർ കൺട്രി എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഭയങ്കര സംഭവബഹുലമായിട്ട് പറയുന്ന ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും ഒരു സെക്യുലർ രാജ്യമാണോ എന്നുള്ളത് ഇപ്പോഴും നിർവചിക്കപ്പെടാത്തൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നോക്കിയാൽ നമ്മുടെ ഓരോ ദേശം നോക്കിയാൽ ഇപ്പോൾ ഇന്ത്യ തന്നെ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, വെസ്റ്റേൺ ഇന്ത്യ, എന്താ പറയുക, ഈസ്റ്റ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം ഒരു സെക്യുലറായിട്ട് പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. സെക്യുലർ എന്ന് നമ്മൾ പറയുന്നതല്ലാതെ ഇതിനകത്തൊരു നമ്മുടെ ഇന്ത്യയിലൊരു സെക്യുലറുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. ഇപ്പം നമ്മൾ പേപ്പറിലും മീഡിയക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് ഇന്ത്യ സെക്യുലർ കൺട്രിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും അല്ല. കാരണം ഇന്ത്യയിൽ സെക്യുലറിസം പറയുന്നത് ഓരോ ജാതിയും മതവും പിന്നെ ഉപമതങ്ങളും എന്താ പറയുക, അങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ടാണ് ഓരോന്നിനെ സെക്യുലർ എന്ന് പറയുന്നത്. അതായത് ഈ ഇന്ത്യയിൽ ജാതി വെച്ച് മാത്രമാണ്, ജാതിയും മതവും വെച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിൽ പോലെ ഹിന്ദുവിൻ്റെ പല വിഭാഗങ്ങളുണ്ട്. ആ പല വിഭാഗങ്ങളിൽ നിന്ന് ഉപവിഭാഗങ്ങളും എല്ലാം ചേർത്ത് സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് കുറച്ച് ആനുകൂല്യം കൊടുക്കുന്നു, മുന്നോക്കക്കാർക്ക് വേറെ ആനുകൂല്യം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഹിന്ദു മുസ്ലിം എന്ന് കഴിഞ്ഞാൽ മുസ്ലിമിലുള്ള കുറേ ആൾക്കാർക്ക് മുന്നോക്ക വിഭാഗം, അതായത് അവരുടെ മുസ്ലിം വ്യക്തി നിയമ ബോർഡെന്നൊരു ബോർഡ് വരെയുണ്ട്. അതേസമയത്ത് ഒരു ഹിന്ദു വ്യക്തി നിയമ ബോർഡെന്നോ ക്രിസ്ത്യൻ വ്യക്തി നിയമ ബോർഡെന്നോ ഒന്നും ഒരു ബോർഡ് പോലും ഇന്ത്യയിലില്ല. എന്നിട്ട് എല്ലാവരും പറയുന്നത് സെക്യുലറിസം, ഞങ്ങളെന്തോ ഇന്ത്യ സെക്യുലറാണ്, എല്ലാവരും മതേതരന്മാരാണ്. ഇന്ത്യ ഒരു മതേതരമല്ല, ഒരു ചുക്കുമല്ല. ഇന്ത്യ മതേതര രാജ്യവുമല്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒരു മതരാജ്യമാണ്. മതരാജ്യം എന്ന് വെച്ചാൽ പല മതങ്ങൾ ചേർന്ന് അടിപിടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ മതങ്ങളുടെ പേര് പറഞ്ഞ് അധികാരം കൈയാളി അത് ഡിവൈഡ് ചെയ്തെടുത്തേക്കാണ് എല്ലാവരുടെ. അല്ല, ഒരു മതേതര രാജ്യമല്ല ഇന്ത്യ. അതുകൂടാതെ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്ത്രീ സുരക്ഷ, സ്ത്രീ സമത്വം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഈ സമത്വം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും 33% സംവരണം ഇലക്ഷൻ മത്സരം കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതും ഡിവൈഡാണ്. അതായത് അതൊരു പാർട്ടിക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ആ പാർട്ടിക്കാർ തീരുമാനിക്കുക എത്ര ശതമാനം കൊടുക്കണമെന്നുള്ളത്. അതുകൂടാതെ ഇപ്പോൾ ആനുകൂല്യം കൊടുക്കുന്നത്, ഇപ്പോൾ 33% സ്ത്രീകൾക്ക് ആനുകൂല്യം, അല്ല തുല്യത കൊടുക്കുന്നത് വെച്ചു, നമ്മൾ തുല്യതയാണ് പറയുന്നത്. 50% അല്ലെങ്കിൽ ഒന്നും വേണ്ട, സ്ത്രീകൾക്ക്, ഒരു സ്ത്രീക്ക്, ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും തുല്യമായ അവകാശം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം ഇന്ത്യയിൽ ഹിന്ദു സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യമാണോ മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടുന്നത്? മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യമാണോ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് കിട്ടുന്നത്? അതുപോലെയാണോ ട്രൈബ്സിന് കിട്ടുന്നത്? അതാണോ SC/ST അല്ലെങ്കിൽ താഴ്ന്ന ആൾക്കാർക്ക് കിട്ടുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഈവൻ സ്കൂൾ സ്കോളർഷിപ്പ് പോലും ഏറ്റവും കൂടുതൽ കിട്ടുന്ന മുസ്ലിങ്ങൾക്കാണ്, ഹിന്ദുസിനില്ല. കാരണം ഹിന്ദു ഭൂരിപക്ഷമായതുകൊണ്ട് എപ്പോഴും ഒരു മുന്നോക്ക വിഭാഗമാണ് നിൽക്കുക. ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, അങ്ങനെയുള്ള കുറേ ആൾക്കാർ, ജൈന, അത് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കൊക്കെ സംവരണം ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ആൾക്കാർ പറയുന്നത് മുസ്ലിംസിനെ പറ്റിയാണ്. ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിൽ മുസ്ലിം ആണ് എപ്പോഴും ഒരു മൈനോറിറ്റി എന്ന് പറയാം. ശരിക്കും ഇന്ത്യയിൽ 5% താഴെയുള്ള കമ്മ്യൂണിറ്റി മാത്രമേ നമ്മൾ ഒരു ന്യൂനപക്ഷം എന്ന് പറയാൻ പാടുള്ളൂ. കാരണം അവരെയാണ് സംരക്ഷിക്കേണ്ടത്. കാരണം അവരുടെ വംശനാശം സംഭവിക്കുമ്പോൾ 20% വന്ന ഒരു കമ്മ്യൂണിറ്റീനെ എന്തിനാണ് ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ്, എനിക്കറിയത്തില്ല എന്താ സംഭവമെന്ന്. കാരണം ഒരുപാട് ബിസിനസ് ടീമുകളുണ്ട്. നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഇപ്പം യൂസഫ് അലി ആവട്ടെ, ഈവൻ കുഞ്ഞാലിക്കുട്ടി, ഇവരൊക്കെ പിന്നോക്ക വിഭാഗക്കാരാണ്. ഇവരൊക്കെ OBC സംവരണം മേടിക്കുന്നവരാണ്. ഇപ്പോഴത്തെ രവിപ്പിള്ള ആൾക്കാരുണ്ട്, ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അപ്പുറത്തുകൊണ്ട് കാശുള്ളവരുണ്ട്. ഇപ്പം അംബാനി ആവട്ടെ, അദാനി, ഇവരൊക്കെ ക്യാഷ് ടീമുകളാണ്. ഇവരൊക്കെ മുന്നോക്ക വിഭാഗത്തിൽ വരുന്നത്. ഞാൻ പറഞ്ഞ ഈ സെക്യുലറിസം എന്ന് പറയുന്നത്, അതുപോലെ ഇപ്പം ലേഡീസിന്, സ്കൂൾ കുട്ടികൾക്ക് സംവരണം കൊടുക്കുന്നത്, സ്കോളർഷിപ്പ് കൊടുക്കുന്നത്, എത്ര ഹിന്ദു പെൺകുട്ടികൾക്ക് കിട്ടുന്നുണ്ട്, എത്ര ക്രിസ്ത്യൻസിന് കിട്ടുന്നുണ്ട്. പക്ഷേ മുസ്ലിംസിന് കിട്ടുന്നുണ്ട് സംവരണം. അതുപോലെ മുസ്ലിംസിൻ്റെ സംവരണം പഠിക്കാൻ വേണ്ടി, അവരുടെ ബുദ്ധിമുട്ട് പഠിക്കാൻ വേണ്ടി കമ്മിറ്റികൾ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കമ്മിറ്റി ഹിന്ദുവിൻ്റെ സംവരണം പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംവരണം പഠിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ വായത്താളം അടിച്ചിട്ട് ഇന്ത്യ മതേതര കൺട്രിയാണ്, എല്ലാവരും മതേതരം നിൽക്കുന്നത് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കില്ല. ഒരിക്കലും ഇന്ത്യ മതേതരം ആവാനും പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ നമ്മൾ ഈ മതങ്ങൾ വെച്ച് രാഷ്ട്രീയം കളിക്കുകയും രാഷ്ട്രീയം വെച്ച് രാജ്യം വിഭജിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കലും ഇന്ത്യ സെക്യുലർ ആവാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ പോകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ പോവുകയും ചെയ്യും. നമ്മൾ പല പ്രശ്നങ്ങൾ വരുമ്പോഴും ഇന്ത്യയിൽ നമ്മൾ കാണുന്നതാണ് മതേതരത്വമുണ്ട്. മതേതരത്വം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷമായിട്ട് പെരുമാറണം. ഹിന്ദുക്കൾ, മുസ്ലിം സഹോദരങ്ങൾ, ഹിന്ദു സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ, അങ്ങനെയല്ല സംഭവം. അതായത് നിങ്ങൾക്ക് ഹിന്ദുവായ ഒരാൾക്ക് തോന്നുവാണ് എനിക്കൊന്നും കിട്ടുന്നില്ല, എല്ലാം ഊറ്റിക്കൊണ്ടു പോകുന്ന മറ്റോ ന്യൂനപക്ഷമായ ആൾക്കാരാണെന്ന് അവർക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിംസ് വിചാരിക്കുകയാണ് ഞങ്ങൾ മൈനോറിറ്റിയാണ്, ഞങ്ങൾക്ക് പൂർണ്ണമായ അധികാരം കിട്ടുന്നില്ല, എല്ലാം മുന്നോക്ക വിഭാഗമായ ഹിന്ദു സംഘടനകളാണ് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്, ഞങ്ങൾക്ക് അധികാരമൊന്നും ഇല്ല, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഇത്രയെങ്കിലും വേണം, ഞങ്ങൾക്ക് ഇന്നത് വേണം, അത് വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ പുറകിൽ ക്രിസ്ത്യൻസ് ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെയല്ല. അങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഹിന്ദുസ്, എനിക്കൊന്ന് ഹിന്ദുസ് 142 കോടി ജനങ്ങൾ ഇന്ത്യയിൽ പറയുന്നുണ്ടെങ്കിലും
അതിൽ എനിക്കൊന്ന് ഹിന്ദുസിന് ഒരു 90 കുറേ ഉണ്ടാവുള്ളൂ. 100 കോടിക്ക് താഴെ എന്തായാലും ഇന്ത്യയിലെ പോപ്പുലേഷൻ ഒരു 70% എനിക്ക് ഉള്ളൂ ഇന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്നത്. പിന്നെ ഒരു 20% മേളിൽ മുസ്ലിംസും ബാക്കി ക്രിസ്ത്യൻസും മറ്റു വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ ഓരോ സ്റ്റേറ്റ് ബേസ് എടുത്ത് ഓൾ ഇന്ത്യയിൽ നമ്മൾ പറയുമ്പോൾ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയും. പക്ഷേ സ്റ്റേറ്റ് ബേസ് എടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ ഈസ്റ്റ് ഏരിയ മൊത്തം ക്രിസ്ത്യൻസാണ് ഭൂരിപക്ഷം. പിന്നെ 2-3 സ്റ്റേറ്റിലാണ് മുസ്ലിംസ് ഭൂരിപക്ഷം വരുന്നത്. അല്ല, ഒരു 4 സ്റ്റേറ്റിൽ മുസ്ലിം ഭൂരിപക്ഷമുണ്ട്. ബാക്കി വരുന്ന സ്റ്റേറ്റുകളിൽ ഹിന്ദു ഭൂരിപക്ഷമുണ്ട്. എനിക്ക് വലിയ സ്റ്റേറ്റുകളിലാണ് ഹിന്ദു ഭൂരിപക്ഷം. ചെറിയ സ്റ്റേറ്റുകളെല്ലാം ക്രിസ്ത്യൻ ഭൂരിപക്ഷം അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമാണ് വരുന്നത്. അപ്പോൾ ഈവൻ കേരളത്തിൽ നോക്കിയാലും മുസ്ലിം ഭൂരിപക്ഷമുണ്ട്. ഹിന്ദുസ് വിഘടിച്ച് നിൽക്കുന്നതാണ് 50% എന്ന് പറയണമെങ്കിലും എനിക്ക് തോന്നുന്നില്ല 50% ഉണ്ടെന്ന്. കാരണം അതിൻ്റെ നമ്മുടെ ഒരു സിസ്റ്റം ഇപ്പോഴത്തെ എവിടെ പോയാലും നമുക്ക് ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ഇപ്പം മിക്സായിട്ട് കാണാം. എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. എല്ലായിടത്തും മിക്സായിട്ടാണ് കാണുന്നത്. അപ്പം അതിനകത്ത് ഒരു കാൽക്കുലേഷൻ നോക്കിയാൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഹിന്ദുസും മുസ്ലിംസിൻ്റെയും പോപ്പുലേഷൻ അറൗണ്ട് സെയിം ആണെന്ന് തോന്നുന്നു. ഒരു വ്യത്യാസം തോന്നുന്നില്ല. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വരുമ്പോൾ ഡിഫറൻറ്റ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പം വെസ്റ്റ് ബംഗാളിൽ പോയാൽ അവിടെയും ഈ രണ്ട് ഈക്വലാണ്. പിന്നെ ജമ്മു കാശ്മീരിലാണെങ്കിൽ ഹിന്ദുസ് ഭയങ്കര മൈനോറിറ്റിയാണ്. പക്ഷേ ഇന്ത്യയിലെ റൂള് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് റൂള് പ്രകാരം ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് മുസ്ലിംസാണ്. പക്ഷേ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായ സ്ഥലത്ത് ഹിന്ദുക്കൾക്ക് ഒരു അവകാശം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സെക്യുലറിസം പറഞ്ഞ് മതേതരത്വം പറഞ്ഞ് എല്ലാവർക്കും തുല്യരാണ്, ഇന്ത്യ തുല്യരാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. ജാതിയും മതവും രാഷ്ട്രീയവും വെച്ച് വിഭജിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരിക്കലും സെക്യുലറല്ല. സെക്യുലർ ആവാൻ നോക്കിയാൽ വലിയ പ്രശ്നം ഉണ്ടാവും. കാരണം തുല്യത ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. തുല്യത പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ വിഷയം ഉണ്ടാവും. കാരണം എല്ലാവരും തുല്യരാണ്, ഇന്ത്യക്കാരും തുല്യരായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ മൈനോറിറ്റിയാണ്, ഞങ്ങൾക്കൊന്നും ഇല്ലാത്തവരാണെന്ന് പറയും. എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും കാശുള്ള ടീംസുണ്ട്. അവർ വലിയ ടീം, വലിയ പണക്കാരെ ആൾക്കാരാണ്. പക്ഷെ അവർ മാറണം, അവരിൽ മാറ്റം ഉണ്ടാവണം. അവരും ഇപ്പം ഈ പിച്ചച്ചട്ടി കൈയിട്ട് വാരുന്ന പോലെ ഞങ്ങൾക്ക് ന്യൂനപക്ഷ സംവരണം വേണം, ഞങ്ങൾക്ക് ഇങ്ങനെ സംവരണം, ഞങ്ങൾക്ക് പിന്നോക്ക വിഭാഗം വേണമെന്ന് അവർ നിൽക്കരുത്. ക്യാഷുള്ള ആൾക്കാർ മാറി നിൽക്കുക. അവരുടെ തലമുറ എന്തെല്ലാം ക്യാഷ് കൊണ്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നല്ല വീടും വെച്ച് നല്ല സെറ്റപ്പാക്കി വളർത്താൻ പറ്റും അല്ലേ? ക്യാഷ് ഇല്ലാത്ത ആൾക്കാർ, അത് ഏത് മതത്തിലാണെങ്കിലും ക്യാഷ് ഇല്ലാത്ത ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരിക, അവർക്ക് സപ്പോർട്ടാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. പകരം എന്താ ചെയ്യുന്നത്? ഈ ഏത് മതത്തിലും ക്യാഷുള്ള ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത് അവർ വഴി ന്യൂനപക്ഷത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷമായ അതാ ജാതിയിലുള്ള ആൾക്കാരെ കൂട്ടുപിടിച്ച് വോട്ട് മേടിച്ച് ഭരിക്കുന്ന തന്ത്രമാണ് ഇന്ത്യയിൽ രാഷ്ട്രീയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും സെക്യുലറല്ല. സെക്യുലറായിട്ട് വർത്തമാനം പറയാൻ TV ചാനലിലിരുന്ന് അല്ലെങ്കിൽ യൂട്യൂബ് വഴിയൊക്കെ ആൾക്കാർക്ക് പറയാമെന്നല്ലാതെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ സെക്യുലറും അല്ല, ഇന്ത്യയിൽ ആർക്കും തുല്യതയുമില്ല. അത് ആണായാലും പെണ്ണായാലും തുല്യരുമല്ല. കാരണം അതൊക്കെ ജാതിയുടെ ബേസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഇത് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത്. കാരണം ഇന്ത്യ ഒരിക്കലും സെക്യുലർ ആവുകയുമില്ല. കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു പോക്ക് അങ്ങനെയാണ്. അവർക്ക് ഇലക്ഷന് വോട്ട് വേണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരാൾ തീരുമാനിക്കുകയാണ് ഇന്ത്യ സെക്യുലർ ആക്കാം, എല്ലാവർക്കും തുല്യത വെക്കണമെന്ന് പറഞ്ഞാൽ അത് സമരം ഉണ്ടാവും. അതങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെയാണ്. പക്ഷേ ഇന്ത്യയിൽ ചെയ്യേണ്ട വഴി സാമ്പത്തിക സംഭരണം ഏർപ്പെടുത്തി ഇന്ത്യയിൽ തുല്യത ഉണ്ടാക്കിയാൽ നോക്കിയാൽ പക്ഷേ ഒരു പക്ഷേ നടക്കുമായിരിക്കും, കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. എന്നാലും ക്യാഷുള്ള ആൾക്കാർ മാറി നിൽക്കട്ടെ. അവർക്ക് ക്യാഷുണ്ട്, അല്ലെങ്കിൽ വസ്തുവുണ്ട്, അവർക്ക് വകകളുണ്ട്, അവർക്ക് ബിസിനസ്സുണ്ട്, അവർക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റും, അവർക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ക്യാഷുള്ള ആൾക്കാർ അങ്ങനെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പിച്ചച്ചട്ടി കൈയിട്ട് വരുന്ന പോലെ ഈ ഒരു എന്താ പറയുക, പാവപ്പെട്ടവൻ്റെ ആനുകൂല്യം ഇപ്പോഴും പണക്കാരെ ആൾക്കാർ ആ ഒരു പക്ഷം, ന്യൂനപക്ഷം, ഭൂരിപക്ഷം, പിന്നോക്കം, മുന്നോക്കം എന്ന് പറഞ്ഞാൽ കൈയിട്ട് വരാതെ ഇനിയെങ്കിലും അവർ നന്നാവുമെന്ന് വിചാരിക്കുന്നു. അവരിൽ മാറ്റം കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. നമസ്കാരം.